നെവിൻ ബിഗ് ബോസിനെ കിട്ടിയതിൻ്റെ പ്രധാന കാരണം ആദിലയും നൂറയാണ്. ആദിലയും നൂറ ഇതുവരെ ഒരു വോയിസ് റേസ് ചെയ്തിട്ട് ഒരു ഇതും പ്രകടനം നമ്മൾ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ്, ആദില പോലുമല്ല, നൂറയാണ് ആദ്യമായിട്ട് ഇത്രയും വോയിസ് റേസ് ചെയ്ത് സംസാരിക്കുന്നത് കേൾക്കുന്നത്. ബിഗ് ബോസ് 2-3 വട്ടം ബിഗ് ബോസും കൂടി നെവിനെ ഒന്ന് ട്രിഗർ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. കാരണം ക്യാമറയിൽ പോയി നെവിൻ അമ്മാതിരി പ്രകടനമായിരുന്നു. നെവിൻ അനുമോൾക്കെതിരെ പറഞ്ഞത്, പക്ഷേ ആദില നൂറ അതൊരു ഗെയിമിനെ എടുത്തു. നൂറ പറയുന്നുണ്ട്, നീ പറഞ്ഞിരുന്നു അനുമോൾ അല്ലെങ്കിൽ ഞാൻ ഔട്ടാവുമെന്ന്, അതിൽ നിന്ന് ഉറച്ചു നിൽക്കുന്നുണ്ട്, നീ പോ, നിനക്ക് ഗട്ട്സ് ഉണ്ടെങ്കിൽ പോ എന്ന് നൂറ എടുത്ത് പറയുന്നുണ്ട്. അതിൽ ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ചെയ്തിട്ടാണ് നെവിൻ, അപ്പം പ്രൊവോക്കായിട്ടാണ് നെവിൻ അപ്പം പോകുന്നത്. ഷാനവാസ് പറയുന്നുണ്ട്, ഇതവർ പ്രൊവോക്ക് ചെയ്യണതാണ്, നീ പോവരുത് പോവരുത്. അല്ല, ഷാനവാസിൽ അക്ബർ അങ്ങനെ പറയുന്നത്. ഷാനവാസ് അതിൻ്റെ മുന്നേയും പറഞ്ഞിരുന്നു, നീ ഇത് പറയരുത്, ഇത് ചെറിയ കാര്യമാണ്, അത് വലുതാക്കി നീ പ്രശ്നമാക്കരുത്. പക്ഷേ നെവിൻ പോവുകയാണ്. കാരണം അവൻ അത്രയും, അതിൻ്റെ ഇടയിൽ എന്തോ LGBT കമ്മ്യൂണിറ്റിയെ പറ്റി പറയുന്നുണ്ട്. പക്ഷെ അത്ര കാര്യമായിട്ടൊന്നുമില്ല. പക്ഷെ വീട്ടുകാരൊക്കെ ഇപ്പോൾ അതിലേക്ക് നൂറയ്ക്ക് എതിരാണ്. അവർ പറയുന്നത് ഇവർ 3 പേരും ഒരു കമ്മ്യൂണിറ്റിയായി, കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ വോട്ട്സ് 3 പേർക്കും സ്പ്ലിറ്റായി പോകും. അപ്പോൾ നെവിന് പുറത്താക്കിയാലാണ് ഇവർക്ക് 2 പേർക്കും നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള അർത്ഥത്തിൽ. ഇവരിപ്പോൾ വേറെ വേറെ കണ്ടസ്റ്റൻസ് ആണല്ലോ. അപ്പോൾ അതാണ് റെനയൊക്കെ അവിടെ ഒരു കാരണമായിട്ട് പറയുന്നത്. പക്ഷേ ഇതുവരെ കാണാത്തൊരു പ്രകടനമായിരുന്നു നൂറയും ആദിലും അവിടെ കാഴ്ചവെച്ചത്. അടിപൊളിയായിരുന്നു.